പ്രധാനമായും 7 തട്ടുകളായിട്ടാണ് അള്ളാഹു നരകത്തെ വെച്ചിട്ടുള്ളത്. 7 തട്ടുകൾ. ആ തട്ടിന്റെ പ്രത്യേകത എന്താ? താഴേക്ക് 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 താഴേക്ക്. അതിന്റെ ഏറ്റവും അടിയിൽ തീയുടെ തീവ്രത കൂടും. ഒന്നാമത്തെ തട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ള ജഹന്നം. ആ തട്ടിന്റെ പ്രത്യേകത എന്താ? ആ തട്ട്, അതിലുള്ള തീ മനുഷ്യന്റെ മാംസളമായ മുഖത്തേക്ക് ആളിപ്പടർന്നിട്ട് അവന്റെ മുഖത്ത് നിന്നുള്ള മാംസം പറിച്ചെടുക്കുന്ന തീയാണ് ജഹന്നം എന്ന് പറയുന്ന നരകത്തിലെ തീ. നമ്മളെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്നത് എവിടെയാ? മുഖാൻ. നമ്മൾ കുളിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? മുഖം ഒന്ന് സോപ്പിട്ട് കഴുകും, എന്നിട്ട് വെളിയിലേക്ക് ഇറങ്ങുള്ളൂ. മുഖത്ത് പൗഡർ ഇടും, മുഖത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് ആ മുഖത്തിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അള്ളാഹു ജഹന്നം എന്ന് പറയുന്ന നരകത്തെ സംവിധാനിച്ചിരിക്കുകയാണ്. ഒന്ന്, അതാണ് ഒരു തട്ട്. രണ്ടാമത്തെ തട്ടുകൾ എന്ന് പറഞ്ഞാൽ ലള എന്നു പേരുള്ള ഒരു തട്ടാണ്. ആ തട്ടിന്റെ പ്രത്യേകത മനുഷ്യന്റെ കൈകാലുകൾ പിടിച്ച് കരിച്ചു കളയാനുള്ള ഉത്തരവാദിത്തമാണ് അല്ലാഹു തആല ലള എന്ന് പറയുന്ന ഈ നരകത്തട്ടിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അത് കയ്യും തിന്നും കാലും തിന്നും. മുഖം കഴിഞ്ഞ നമ്മൾ പിന്നെ ശ്രദ്ധിക്കുന്നത് കൈയാണ്. കൈയൊക്കെ ഒന്ന് മസിലൊക്കെ പെരുപ്പിച്ച് ഒന്ന് റാഹത്താക്കി വെക്കുക, കാലൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുക. ഈ കാലും കയ്യും പിടിച്ച് കരിക്കാൻ അള്ളാഹു വെച്ചിട്ടുള്ളതാണ് ലള, രണ്ടാമത്തെ തട്ട്. മൂന്നാമത്തെ തട്ടാണ് ഹുത്തമ. അമാ അദറാക മൽ ഹുത്തമ. നമ്മൾ ഓതാറല്ലേ, കേൾക്കാറല്ലേ ചെറിയ സൂറത്ത്. എന്താണ് ഹുത്തമ? ഈ ഹുത്തമ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ എല്ലടക്കം കരിച്ചു കളയുന്ന തീയാണ് ഈ ഹുത്തമ എന്ന് പറയുന്ന നിലയിലുള്ളത്. മനുഷ്യന്റെ എല്ല് കത്താൻ വലിയ പാടാണ്, വലിയ പ്രയാസാണ്, വലിയ താമസാണ്. ഈ എല്ലിനെ കൈകാര്യം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളതാണ് ഹുത്തമ. നാലാമത്തേത് ജഹീം. ജഹീമിന്റെ പ്രത്യേകത എന്താ? ജഹീമിലെ തീ മറ്റുള്ള തീ പോലെയല്ല. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ കയറ് കെട്ടിയാല്, കയറ് കൊണ്ട് ഒരാൾ എന്ത് ചെയ്തു, ഇങ്ങനെ ചുറ്റിക്കെട്ടിയാൽ ആ കയർ ശരീരത്തിൽ ഏതെല്ലാം സ്ഥലങ്ങളിൽ എത്തുമോ, അല്ലെങ്കിൽ ശരീരത്തിനോട് എത്രത്തോളം ഇടപഴകുമോ, അതുപോലെ മനുഷ്യന്റെ ശരീരത്തെ പൂർണ്ണമായും വരിഞ്ഞു മുറുക്കുന്ന തീയാണ് ജഹീം എന്ന് പറയുന്ന നരകത്തിലുള്ളത്. വലിയ ബോട്ട് കപ്പല് കണ്ടിട്ടില്ല, അത് കരയിലേക്ക് വലിച്ചു കെട്ടാൻ ഉപയോഗിക്കുന്നത് തടിയനായ ഈ കയറാണ്. ഒരിക്കലും വലിച്ചാൽ പൊട്ടാത്ത വലിയ കയറ്. ആ കയറ് ശരീരത്തിന് ചുറ്റിയാൽ മനുഷ്യന്റെ ശരീരം എന്ത് ചെയ്യും? പൂർണ്ണമായിട്ട് അതിന്റെ ഉള്ളിലാവും, രക്ഷപ്പെടാൻ സാധിക്കൂല. അപ്പൊ ഇതുപോലെയാണ് ജഹീം എന്ന് പറയുന്ന നരകത്തിലെത്തി. അത് ചുറ്റിയാല് പൂർണ്ണമായിട്ടും ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തും. അതാണ് ജഹീം. പിന്നെ ഉള്ള ഒരു തീയാണ് സഈർ. ഈ തീയുടെ പ്രത്യേകത എന്താ? ആ തീയുടെ നിറം കറുപ്പാണ്. കറുത്തതും ഇരുണ്ടതും. നോക്കിയാൽ അടിഭാഗം കാണൂല. എന്താണ് അതിന്റെ ഉള്ളില് ഉള്ളത് എന്നറിയൂല. ടാർ ഉരുക്കി ഒഴിച്ചാലേ, ആ ടാർ ഉരുക്കിയിട്ടൊരു പാത്രത്തിലെടുത്താൽ ആ ടാറിലൂടെ നോക്കിയാൽ അതിന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് ആർക്കും കാണാൻ കഴിയില്ല. ഇതുപോലെ കറുത്തിരുണ്ട തീയാണ് സഈർ. യഥാർത്ഥത്തിൽ ഈ തീയുടെ നിറം കറുത്തതായിരുന്നില്ല, ചുവപ്പായിരുന്നു. 1000 വർഷം അള്ളാഹു തീ കത്തിച്ചപ്പോൾ ആ തീയുടെ നിറം ചുവപ്പായി മാറി. പിന്നീട് 2,000 വർഷം കൂടി അള്ളാഹു ആ തീയെ തന്നെ കത്തിച്ചു. അങ്ങനെ തീയുടെ നിറം വെളുത്തതായി മാറി. പ്രവാചകൻ പറയുകയാണ്, 3ാമത് ഈ വെളുത്തതിനെ വീണ്ടും കത്തിച്ചപ്പോൾ അതിന്റെ തീവ്രത കൂടിയിട്ട് തീയുടെ നിറം കറുപ്പായി മാറി. ഇപ്പോൾ കറുത്തു കിടക്കുന്ന നരകമാണ് സഈർ. ഇതിനെക്കുറിച്ചെല്ലാം ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. ഈ നിലകളിലേക്കൊക്കെ ആരാണ് പോകുന്നത്, ഇതൊക്കെ ആർക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ള കാര്യം. പിന്നീടുള്ള ഒരു നരകമാണ് സക്കർ എന്ന് പറയുന്ന നരകം. സക്കർ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തെയും ഒറ്റയടിക്ക് കരിച്ചു കളയുന്ന, കാർന്നു തിന്നുന്ന തീയുള്ള നരകമാണ് സക്കർ. അതാണ് സക്കർ. പിന്നെ ഉള്ളത് ഹാവിയ. ഹാവിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിയിലുള്ള നരകം. ഈ നരകത്തിന്റെ പ്രത്യേകത എന്താ?
അതിലേക്കെങ്ങാനും വീണുപോയാൽ ഒരിക്കലും തിരിച്ചു കയറാൻ കഴിയുകയില്ല. വീണാൽ വീണതാണ്. അത്രത്തോളം അഗാധമായിട്ട് കിടക്കുന്ന, ആഴത്തിൽ കിടക്കുന്ന നരകമാണ് ഈ പറയപ്പെടുന്ന ഹാവിയ. ഇങ്ങനെ 7 നിലകളായിട്ടാണ് അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ളത്. നമ്മൾ